ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തൗബ സൂറത്തിലെ അവസാനത്തെ 2 ആയത്തുകളുടെ പ്രത്യേകതകളെക്കുറിച്ചും അവ കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ തൗബ സൂറത്തിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഖുറാനിലെ ബിസ്മി ഇല്ലാത്ത ഒരേ ഒരു സൂറത്താണ്. ഇതിൽ അവസാനത്തെ 2 ആയത്തിനെക്കുറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. അപ്പോൾ തൗബ സൂറത്തിലെ 2 ആയത്തുകളായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓതുമ്പോൾ ബിസ്മി ചൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് നമുക്ക് പഠിക്കാനും വളരെ സിമ്പിളായിട്ടുള്ള 2 ആയത്തുകളാണ്. ഈ ആയത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ ആഗ്രഹമാണ് മുത്ത് നബിയെ എന്ന സ്വപ്നത്തിൽ കാണുക എന്നുള്ളത്. ഈ 2 ആയത്തുകൾ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 3 സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം 1, 3, 5, 7, 11 തവണ ഈ 2 ആയത്തുകൾ ഓതുക. അതിന് ശേഷം വീണ്ടും 3 സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ കഴിയും എന്നാണ് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ ഈ ഒരു എണ്ണത്തിൽ എത്ര വേണമെങ്കിലും ചൊല്ലാം. എല്ലാം ഒറ്റ നമ്പറുകളാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 1, 3, 5, 7, 11 ഇത്രയും എണ്ണത്തിലാണ് നമ്മൾ ചൊല്ലേണ്ടത്. അടുത്തതായിട്ട് ഇതിനുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം ഈ 2 ആയത്തുകൾ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതേ രീതിയിൽ നമ്മൾ ഫർദ് നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം വെച്ച് ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയും. നമ്മൾ ഒരു ട്രാപ്പിലായിരിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ അയാൾ മോചിതനാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മുമ്പിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കുന്നതാണ്. അതായത് ഒരു പ്രതീക്ഷയുമില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വഴി നമുക്ക് അല്ലാഹ് കാണിച്ചു തരുന്നതാണ്. പിന്നെ നമുക്ക് ദാരിദ്ര്യമൊക്കെ ഇല്ലാതെയാവും, ആഹാരം ലഭിക്കും. കടങ്ങളുള്ള ആളാണെങ്കിൽ കടങ്ങളൊക്കെ വീടും, അതുപോലെ ദുഃഖങ്ങൾ മാറും. തോറ്റുപോയ ഒരാളാണെങ്കിൽ വിജയിക്കും. അതുപോലെ കൂടുതൽ കരുത്തും കൂടുതൽ മനസ്സിന് ധൈര്യവും കിട്ടും. അപ്പോൾ അങ്ങനെ അനേകം ഗുണങ്ങളാണ് ഈ 2 ആയത്ത് 7 പ്രാവശ്യം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് ഇത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അത്രയും വിശ്വാസത്തോടു കൂടിയും തൗബയോടുകൂടിയും തഖ്വയോടുകൂടിയും വേണം ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഈ 2 ആയത്ത് ചൊല്ലുകയാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച രാവ് വരെ നമുക്കിത് സംരക്ഷണം തന്നെയാണ്. അതുവരെയും നമുക്ക് കണ്ണേറോ സിഹറോ ഒന്നും ബാധിക്കുകയില്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഗുണങ്ങളാണ് ഈ 2 ആയത്തുകൾക്കുള്ളത്. ഇനിയും ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് കഴിയുന്ന പോലെയൊക്കെ പതിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അത് കാണുന്നവർക്ക് കൂടി ഇതൊരു പ്രചോദനമായിരിക്കും. മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി തന്നെ ചൊല്ലിക്കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.